ഞാൻ ഇന്ന് തുടങ്ങുന്നത് ഒരു പ്രോവേർബ് വെച്ചിട്ടാണ്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോവേർബ് വിച്ച് ഇസ് ലൈക്ക് ദിസ്: ടൈം ഇസ് മണി ഓർ ടൈം ഇസ് പ്രഷ്യസ്. ആസ്ക് യുവർ സെൽഫ് ഒരൊറ്റ ചോദ്യം: വാട്ട്സ് യുവർ ടേക്ക് അവേ? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് യുവർ ടേക്ക് അവേ? എന്തിനു വേണ്ടിയിട്ട്? ഫോർ സ്പെൻഡിങ് യുവർ പ്രഷ്യസ് ടൈം. Whenever you're talking to people around you, whenever you're watching screen and scrolling with your fingertips, നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, സമയം പോണു. ആൻഡ് ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് തിങ്കിങ് ദിസ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്നറിയാം? നിങ്ങളുടെ മക്കൾക്ക്. സോ ഐ ആം ഷുവർ യുവർ ചൈൽഡ് വുഡ് ബി ബെനിഫിറ്റഡ് with this small change in your thought. What are you waiting for? Pinch your brain. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു റെഡ്യൂസ് ഫ്രാക്ഷൻസ് ടു ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയൊക്കെ ആക്കാം, വാട്ട് ആർ ദ സ്റ്റെപ്സ് യു ആർ ഗോയിങ് ടു ടേക്ക്, റൈറ്റ്? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. ഫൈൻഡ് ഔട്ട് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അതിൽ നിന്ന് സ്പോട്ട് ദ ഗ്രേറ്റസ്റ്റ് വൺ. നമുക്ക് ഗ്രേറ്റസ്റ്റ് ഫാക്ടർ മാത്രമേ വേണ്ടൂ. എന്നിട്ട് എന്ത് വേണം? ദ തേർഡ് സ്റ്റെപ്പ് ആൻഡ് ദ ഫൈനൽ വൺ: ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ ദ സെയിം ഫാക്ടർ. അതായത് നമ്മൾ ആ ഫ്രാക്ഷൻ നമ്മൾ ചൂസ് ചെയ്തു, ഫാക്ടർ ചൂസ് ചെയ്ത ഫ്രാക്ഷനിലോട്ട് പോവുക. ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും സെയിം നമ്പറിനോട് വേണം, സെയിം ഫാക്ടറോട് കൂടി വേണം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ. ദാറ്റ് ഈസ് വാട്ട് ദ റൂൾ സേസ്. സോ യു ഹാവ് റൂൾ നമ്പർ 1, റൂൾ നമ്പർ 2 ആൻഡ് റൂൾ നമ്പർ 3. So let's go one by one. The first question says 35 by 50. 50. 35 by 50. How are you going to reduce this? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ നമുക്ക് എന്ത് വേണമെന്നറിയാം. ആദ്യം നമ്മൾ മക്കളെടുത്ത് ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചിരിക്കാൻ പറയാം, ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചിരിക്കാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, so when you find number 35 and 50, you will find the units place is having 5 and 0. ഇപ്പോൾ 0 and 5 നമ്മൾ യൂണിറ്റ്സ് പ്ലേസ് ഏത് നമ്പർ ആയിക്കഴിഞ്ഞാലും 0 and 5, if you find 0 and 5 in its units place, that means it will be divisible by 5 without doubt. ഒരു ഡൗട്ടും വേണ്ട, it will be divisible by 5. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 5 ചെയ്യുക. ഡിനോമിനേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 5 ചെയ്യാം. സോ വാട്ട് ഫ്രാക്ഷൻ വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7 by 10. ഇനി നമുക്ക് കണ്ടാൽ അറിയാം 7 എന്താണ്? പ്രൈം നമ്പറാണ്. When you have a prime number, that means you can't reduce the fraction anymore. Once you reach a prime number, that means your fraction has reached its lowest form. But 7 prime number ആയത് കാരണം you can't reduce this factor, so the answer is 7 by 10. We began with 35 by 50. We spotted that the unit places are having 5 and 0 in its units place. So what happens next? You are dividing it by 5. So both numbers, both the numerator and the denominator. Numerator എന്ന് പറയുന്നത് ഏതാ? ഫ്രാക്ഷൻ്റെ മുകളിൽ എഴുതുന്നതാണ് ന്യൂമറേറ്റർ, ഫ്രാക്ഷൻ്റെ താഴെ എഴുതുന്നതാണ് ഡിനോമിനേറ്റർ. So you divide by 5 and then you get the answer 7 by 10. Let's take another example. Write the question: 28 by 48. അപ്പം രണ്ടും നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 and 8 ആണ് യൂണിറ്റ്സ് പ്ലേസിൽ. സോ യു ഹാവ് ദ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 2 എന്ന് പറയുന്നത്, ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 2 മീൻസ് യൂണിറ്റ്സ് പ്ലേസിൽ യു ഷുഡ് ബി ഹാവിങ് 0, 2, 4, 6 and 8. ഇതെന്തിൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റാണ്? ഇറ്റ്സ് എ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 2. So if you have any number with 0, 2, 4, 6 and 8 in its units place, that means it will be divisible by 2.
ഇനി നമ്മൾ സെക്കൻഡ് റൂൾ എന്തായിരുന്നു, എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് യു ഷുഡ് ബി ഫൈൻഡിങ് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ 28/48 എന്ന് പറയുന്നത് ലെറ്റ്സ് സി വൺ മോർ ടൈം, വേറെ ഏതെങ്കിലും നമ്പറിനെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കണം, കാരണം 2 ലോവസ്റ്റ് നമ്പർ അല്ലേ. സോ ഇഫ് വെൻ യു സ്റ്റാർട്ട് തിങ്കിങ്, വെൻ യു ടോക്ക് അബൌട്ട് ടേബിൾസ്, നമ്മളെ ടേബിൾസ് മനസ്സിൽ വരുമ്പം യു വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 4. So 28 is divisible by 4, 48 is also divisible by 4. So how do you do it? Now 4 എന്ന് നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. 48 ഡിനോമിനേറ്റർ ആണ്, ഡിനോമിനേറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. So what will be the answer? It's 7/12. Again, what we said is 7 is a prime number. You cannot divide it anymore. That means you have reached the lowest fraction. Let's see one more example. I have 135 divided by 300. So what is a test now? What do you have in the units place? You have 0 and 5. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ 3ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 3ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് the sum of the digits in a number should be divisible by 3 എന്നാണ്. അതായത് സം എന്ന് പറയുമ്പം SUM സം ആണ്, അതായത് ആഡ് ചെയ്യാം. നമ്മൾ 135 എന്ന് പറയുന്നത് 1 + 3 + 5 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 9. 9 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അതിൻ്റെ സം 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ the number also will be divisible by 3 എന്നാണ്. That is the rule. So when you have 135 divided by 300, 3 എന്ന് എഴുതി നമ്മൾ ഫാക്ടേഴ്സ് 5 ഉണ്ട്, ബിക്കോസ് യൂണിറ്റ്സ് പ്ലേസിൽ എന്താണ് 5 ഉണ്ട്, 0 ഉണ്ട്. Now is 3 greater or 5 greater? ഏതാണ് greater? 5 ആണ് greater. So you go for 5. Next what do you do is you will divide both the numbers, that is 135 and 300 by 5. So 135 divided by 5 gives you 27. 300 divided by 5 gives you 60. ഇനി 27ഉം 60ഉം നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവും. ഇറ്റ് ഇസ് നോട്ട്, നമുക്ക് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ്, ബിക്കോസ് 27 പ്രൈം നമ്പർ ഇല്ലല്ലോ, 60യും പ്രൈം നമ്പർ അല്ല. സോ ഇപ്പോൾ 27, what is a number that you can divide easily? It is 3, right? 3 നമുക്ക് 3 × 9 27 ആണെന്ന് അറിയാം. So if you take 3 as the factor, common factor, 27, that is numerator, divided by 3 you get 9, and 60 divided by 3 you will get 20. So 135 divided by 300, the lowest form is 9/20. So this is how you reduce the fraction to its lowest form. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ, ഈ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ഫ്രാക്ഷൻസ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു പ്രോബ്ലം മാത്രമല്ല, ഇത് ഹയർ ക്ലാസ്സസിലോട്ട് പോയാൽ പോലും നമുക്ക് പല ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് യുവർ ചൈൽഡ് വിൽ ഫൈൻഡ് ഇറ്റ് ഈസി. ഓക്കെ, സോ പിഞ്ച് യുവർ ബ്രെയിൻ ആൻഡ് ഹാപ്പി ലേണിംഗ്.